ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്റ്റെൻസിൽ ഇമേജ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിന് ആദ്യം മൊബൈൽ ഫോണിലൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതൊന്നൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് പകർത്തിയെടുക്കണം. ഇതുപോലെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. സ്റ്റെൻസിൽ ഇമേജ് എന്ന് പറഞ്ഞ് ആരെ ഫോട്ടോ വേണമെങ്കിലും നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് വലുതായി വരുന്നുണ്ടെങ്കിൽ സ്ക്രീൻ സേവറായിട്ട് ഒന്ന് ഫോണിൽ സ്ക്രീൻ സേവറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ടൊന്ന് വരച്ചെടുത്താൽ മതി, പെട്ടെന്ന് വരച്ചെടുത്താൽ മതി. ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് ഒന്ന് വരച്ചാൽ മതി, അപ്പോൾ അത് ക്ലിയറായിട്ട് കിട്ടും. നമ്മളിന്ന് 2 ഐറ്റം ഫോട്ടോ ആണ് വരയ്ക്കുന്നത്. നമുക്ക് വേണ്ട ഫോട്ടോ ഇതുപോലെ ഒരെണ്ണം ഒന്ന് പകർത്തിയെടുക്കുക. അതിൻ്റെ പോയിൻ്റുകൾ മാത്രം എടുത്താൽ മതി. ഇത് വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്താൽ മതി. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഇന്ന് എടുത്തത്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. വേറൊരു ചിത്രം കൂടിയുണ്ട്. അത് നമ്മൾ കാർബൺ പേപ്പർ താഴെ വെച്ചിട്ട് അത് ബോട്ടിലേക്ക് വേണ്ട രീതിയിൽ എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്തിട്ട് അതൊന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. ഇനി അതുപോലെ വരച്ചെടുത്ത ഫോട്ടോ തന്നെയാണ് ഇത്, പകർത്തിയെടുത്തതാണ്. എന്നിട്ട് പൂർത്തിയാവേണ്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. വേണ്ട ഫോട്ടോസ് എല്ലാം ഇവിടെ കിട്ടും. ഏത് കളർ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. നമ്മൾ ബ്ലാക്ക് വൈറ്റ് പ്രൈമറാണ് ഇത് അടിച്ചെടുത്തത് കേട്ടോ. ബോട്ടിൽ ഇങ്ങനത്തെ ഇത് ചെയ്യാൻ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് പ്രൈമർ തന്നെ അടിച്ചെടുക്കണം. അപ്പോഴേ ഒരു ഫിനിഷിങ് വരുള്ളൂ. വൈറ്റ് പ്രൈമർ അടിച്ചെടുത്താണ്. പിന്നെ അതിൽ നമ്മൾ ആക്രിലിക് ബ്ലാക്ക് പെയിൻറ് കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, അറിയുന്ന രീതിയിലൊക്കെ വരയ്ക്കുകയാണ്. നിങ്ങൾക്കും അറിയാത്തവർക്കൊക്കെ ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വേണ്ട ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പരക്കാതെ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഇടയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്ര ചെയ്താൽ മതി. നല്ല ഭംഗിയുള്ള ആർട്ടായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് കളർ തിക്കിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ. അത് കോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. എല്ലായിടത്തും ഒന്ന് ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക. ഇത് കൈയുടെ ഭാഗമാണ്. കൈഭാഗം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും വരച്ചിട്ട് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ശരിക്ക് ഫില്ലാക്കി കൊടുക്കുക. അത്ര ചെയ്താൽ മതി. പതിയെ ചെയ്യേണ്ട സംഭവമാണ്, തിരക്ക് പിടിക്കരുത്. ഏറ്റവും ചെറിയ ബ്രഷ് തന്നെ എടുക്കുക. സീറോ ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കംഫർട്ട് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചൊക്കെ ചെയ്യാം. അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ വരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് വരയ്ക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ അഥവാ എന്തൊന്ന് തെറ്റിപ്പോയാലും കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വൈറ്റ് പ്രൈമർ വെച്ചിട്ട് ഒന്ന് അവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. നേരാക്കി എടുക്കാം. കുറച്ച് തെറ്റിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മാറിയിട്ടൊന്നുമില്ല. ഇത് മെല്ലെ ചെയ്തെടുത്തുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശ ഭാഗങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ക്യാമറ എടുക്കുന്നതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. വിചാരിച്ച രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ലുക്ക് ലാസ്റ്റ്. പിന്നെ അടുത്തത് നമ്മൾ അടുത്ത് വരച്ച് വെച്ച ഇതിൽ ഇതുപോലെ ചെയ്യുകയാണ്. നമുക്ക് വേണ്ട സ്റ്റെൻസിൽ ഇമേജ്
എല്ലാ നമുക്ക് വേണ്ടവരെ സിനിമാ താരങ്ങളോ ഫുട്ബോൾ കളിക്കാർ ആരായാലും ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അതിൽ കിട്ടും സ്റ്റെൻസിൽ ഇമേജ്. പിന്നെ നമുക്ക് ഫോട്ടോയും സ്റ്റെൻസിൽ രൂപത്തിലാക്കിയെടുക്കാം. പിക്സാർട്ട് എന്ന ആപ്പ് ഉപയോഗിച്ചൊക്കെ ചെയ്യാം. എഡിറ്റിംഗ് അറിയുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ ഫോട്ടോ വെച്ചും ചെയ്യാം. ഒക്കെ എഡിറ്റിംഗ് ആപ്പിൽ കയറിയാൽ മതി. സ്റ്റെൻസിൽ മേക്കറൊക്കെ ഉണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും. അങ്ങനെ ചെയ്ത് എടുക്കാം. ഓരോ ഭാഗങ്ങളും കറക്റ്റ് ആ വരയ്ക്ക് തന്നെ നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നോക്കണം. ഫോട്ടോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം ഇത് കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് അത് കറക്റ്റ് ആക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇത്തരം ചെറിയ ഭാഗങ്ങളൊക്കെ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പോഴത് ഫില്ലാവുള്ളൂ. ഇനി നമ്മൾ ഹെയറാണ് വരച്ചെടുക്കുന്നത്. ആ ഭാഗം അതുപോലെ വരച്ചെടുക്കുക. എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. പെയിൻറ്റിങ് അറിയാത്തവർക്കും ചെയ്ത് പഠിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റാക്കി കൊടുക്കാമല്ലോ. നല്ല രസമാണ് സംഭവം, മനസ്സിനൊരു സന്തോഷമാണ്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇടയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സംഭവങ്ങളേ ഉള്ളൂ, പക്ഷേ കറക്റ്റായി ചെയ്യണം. അത് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ചെയ്താൽ മതി, ഒക്കെ റെഡി ആയിട്ട് വരും. ഓരോ ഭാഗങ്ങളിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനത്തെ ഭാഗം കുപ്പി ഒന്ന് കുത്തനെ പിടിച്ചാൽ ശരിക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്പുറത്തും പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഒരു ബോട്ടിൽ തന്നെ നമ്മൾ ഇതും ചെയ്തെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു ഭാഗം ചെയ്ത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്താൽ നന്നായിരിക്കും. മറ്റേ നമുക്ക് റിസ്ക് കൂടുതലാണ് ഇങ്ങനെ ആകുമ്പോൾ. ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ അതിൻ്റെ ഇടഭാഗങ്ങൾ ശരിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. അങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ബോട്ടിലിൻ്റെ താഴെ നൂല് ചുറ്റാം, മേലെ നൂല് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചുറ്റിയെടുക്കാനുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഈ വൈറ്റ് കളർ ബോട്ടിലേക്ക് പ്രൈമറാണ് അപ്ലൈ ചെയ്തത്. ഇത് സ്പ്രേ ചെയ്ത ബോട്ടിലാണ്. പ്രൈമർ സ്പ്രേ ചെയ്യാൻ കിട്ടും. അത് ഒരു 400 ഗ്രാം എങ്ങാണ്ടോ ഉണ്ടാവും. അതിനെത്ര 150 അങ്ങനെയാണ് അതിൻ്റെ റേറ്റ്. കുറേ ബോട്ടിൽ ചെയ്തെടുക്കാം. അത് നമ്മൾ പുറത്ത് വെച്ചിട്ട് മുഖമൊക്കെ കെട്ടിയിട്ട് അങ്ങ് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഒലിക്കാണ്ട് നല്ല ക്ലിയറായിട്ട് ബോട്ടിൽ സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും. അത് പ്രൈമർ തന്നെ വേണം. അത് ഗ്ലോസിലാണ് കൂടുതൽ വരിക. പക്ഷേ പ്രൈമർ ചോദിച്ച് വാങ്ങണം, എന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് സുഖമാണ്. മറ്റേത് ചെറു ബ്രഷ് കൊണ്ട് കുറേ 2 പ്രാവശ്യമൊക്കെ 3 പ്രാവശ്യമൊക്കെ അടിച്ച് എടുത്താലേ കോട്ടിങ് കിട്ടുള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ താടിയുടെ ഭാഗങ്ങൾ ഏകദേശം ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ലുക്കൊക്കെ ആയി വരുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് ചെയ്തെടുക്കുക. നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുക. ഇത് കുറച്ച് ബ്ലാക്ക് കൂടുതലുള്ള സ്റ്റെൻസിലാണ്. ഇതിലേറെ കുറവ് അങ്ങനെ പല രീതിയിലുള്ളതും കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതുപോലെയൊക്കെ ചെയ്യുക. എനിക്കിങ്ങനെ ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതെന്നേ ഉള്ളൂ.
ഇപ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ പോരായുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ടത് ശരിക്കും ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വൂളൻ ത്രെഡാണ് നമ്മൾ ചുറ്റുന്നത്, അതൊന്ന് ചുറ്റി കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെയുണ്ട് നമ്മൾ വരച്ചെടുത്തത്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ കയ്യിൽ ഏത് കളർ ഉള്ളതാണെങ്കിലും അത് വെച്ചൊക്കെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഫെവിക്കോള് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതി, ഒന്നും നോക്കണ്ട. കറക്റ്റായിട്ട് എങ്ങനെ വേണമെങ്കിലും ചുറ്റിയെടുക്കാം. നല്ല ബലത്തിൽ ചുറ്റിയാൽ മതി. ഫെവിക്കോള് ഇടയ്ക്കിടയ്ക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുത്താൽ സംഭവം പൊളിക്കും. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ, അതായത് പെയിൻറ്റ് ഇളകും. വെയിലുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും ഉണങ്ങാൻ. ഒട്ടൽ മാറിയിട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ അത് ചുറ്റി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അടിഭാഗത്ത് ഫ്ലക്സ് കിക്കൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇടയിലൊക്കെ വേണമെങ്കിൽ നൂലിന് ഇളക്കം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലക്സ് കിക്ക് എന്ന് പറഞ്ഞ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്ന വർക്കുകളൊക്കെ ഓരോ വീഡിയോ ആക്കി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നോക്കി ഉണ്ടാക്കാമല്ലോ, അത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ചുറ്റി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ച് ചുറ്റാനാണ് അത് കൂടുതൽ നല്ലത്. മറ്റേ താഴെ കയ്യിലെ പശയൊക്കെ വൈറ്റ് അടിച്ചെടുത്തേക്ക് ആവും, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് ചുറ്റുന്നത്. അങ്ങനെ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തു, പശ വെച്ചു. ഫെവിക്കോൾ തന്നെയാണ്, അവിടെ നിന്ന് അമർത്തി വെച്ചാൽ മതി. ഉണ്ടോ, ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത ബോട്ടിൽ ആർട്ട്. നല്ല ഭംഗിയായിട്ടില്ലേ? ഇനി നമ്മൾ അതിലേക്ക് പോളിഷ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അല്ല, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സ്ലീക്കാണ്, വുഡ് ഫിനിഷാണ്. അതൊരു കോട്ട് മെല്ലെ അടിച്ചു കൊടുക്കുക. അത് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാകും, കുഴപ്പമില്ല. അത് ഉണങ്ങുമ്പോൾ മഞ്ഞ പോകും. അതിലേക്ക് വേറെ ഒന്നും ചേർക്കാതെ അങ്ങ് അടിച്ചാൽ മതി. നല്ലവണ്ണം അമർത്തി ചെയ്യരുത്. പെയിൻറ്റ് ചെറിയ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യത്. വലിയ ബ്രഷ് ഇട്ട് ഇതാക്കിയാൽ ആ പെയിൻറ്റ് ചിലപ്പോൾ ഇളകും. കൂടുതൽ അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ മേലെ കൂടെ ഒരു കോട്ടിങ് എന്നുള്ളവർക്ക് അങ്ങ് ചെയ്തു പോയാൽ മതി. എല്ലായിടത്തും കവർ ചെയ്ത് നിൽക്കാൻ വേണം, അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫിനിഷിങ് കിട്ടും. അവസാനം നമ്മൾ ഇതിൽ എന്തെങ്കിലും മുത്തുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയറായിട്ട് എടുത്തിട്ട് അതിലും കെട്ടി തൂക്കിയിട്ട് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. കണ്ട, നല്ല ഭംഗിയുള്ള ബോട്ടിൽ ആർട്ടാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.